സോളാർ എങ്ങനെ വർക്ക് ചെയ്യണേ എന്നുള്ളതാണ്. നമുക്ക് ഇൻവെർട്ടർ അല്ല ഈ സാധനം കേട്ടോ, ഇൻവെർട്ടർ അല്ല. ഇതിന് സെപ്പറേറ്റ് പാനലും അതിന് പുറത്തെ ഇൻവെർട്ടറും ബാറ്ററിയും ഒക്കെ ഉള്ള സിസ്റ്റമാണ്. ഇതിനെങ്ങനെ വർക്ക് ചെയ്യണേന്ന് വെച്ചാൽ സോളാർ പാനൽ വെച്ചു കറണ്ട് ഉണ്ടാക്കി, അത് ഇൻവെർട്ടറിൽ വന്നു. ഇൻവെർട്ടറിൽ നിന്നാണ് ഫസ്റ്റ് പ്രിഫറൻസ് ബാറ്ററി ചാർജിങ് ആണ്. അപ്പൊ ബാറ്ററി ഒരു 60% ചാർജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇന്റലിജന്റ് മോണിറ്റർ ഉണ്ട്. അത് ഇന്റലിജന്റ് ഷെയറിംഗ് നടത്തും. പകുതി ബാറ്ററിയിലോട്ട് പോകും, പകുതി അവിടേക്ക് വരും, നമ്മുടെ വീട്ടിലോട്ട് വരും. അങ്ങനെ ബാറ്ററി എപ്പോൾ ഫില്ലാവുന്നുവോ അപ്പോൾ മുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് മുഴുവൻ നമ്മുടെ വീട്ടിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് മുഴുവൻ എടുത്തിട്ട് നമുക്കത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വേസ്റ്റ് ആയി പോകും. അത് ഗ്രിഡിലോട്ട് പോകുമോ? പോകാത്തതുകൊണ്ടല്ലേ അതിന് ഓഫ് ഗ്രിഡ് എന്ന് വിളിച്ചത്. ഗ്രിഡുമായിട്ട് കണക്ഷൻ ഇല്ല, KCBയുടെ പെർമിഷൻ ആവശ്യമില്ല, ഗ്രിഡിലോട്ട് പോവില്ല. അപ്പൊ അതിന്റെ ഇൻവെർട്ടറിന്റെ ഒരു പ്രത്യേകതയാണ്, അത് റിട്ടേൺ പോവില്ല, റിട്ടേൺ പോകത്തില്ല, ഓഫ് ഗ്രിഡ് ആണ്. അപ്പൊ ഈ ഓഫ് ഗ്രിഡ് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയുടെ ഉപയോഗം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓഫ് ഗ്രിഡ് സജസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരു കുറെ ബാറ്ററി കൊണ്ടുവച്ചു, കുറെ പാനലും കൊണ്ടുവച്ചു, അവന്റെ ഉപയോഗം മനസ്സിലാക്കാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അവന്റെ ഉണ്ടാക്കുന്ന കറണ്ട് മുഴുവൻ വേസ്റ്റ് ആയി പോകും. അത് വേസ്റ്റ് ആയി പോകുന്നത് മാത്രമല്ല, അത് ദോഷം ചെയ്യും. ആ കൂടുതൽ കറണ്ട് പാനൽ ഉണ്ടാക്കി ബാറ്ററി നിറഞ്ഞിരിക്കുകയാണ് എന്ന് വന്നാൽ ആ ബാറ്ററി പതുക്കെ ചൂടാവാൻ തുടങ്ങും. ബാറ്ററിയിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണുള്ളത്, അപ്പൊ വെള്ളം പതുക്കെ ഡ്രൈ ആവാൻ തുടങ്ങും. അങ്ങനെ ബാറ്ററി പെട്ടെന്ന് കേടുവരും. അത് സോളാർ പാനലിലും കേടാണ്. ഞാൻ അതിന്റെ ഡീപ്പിലോട്ട് പോകുന്നില്ല. സോളാർ പാനലും കേടാണ്. അപ്പൊ കൃത്യമായിട്ട് ഈ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ വന്നാൽ അത് ആളുകളിലെ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും. ഇന്നിപ്പോ ബാറ്ററി ബാക്ക്ഡ് സോളാർ സിസ്റ്റം വെക്കാനായിട്ട് പലരും വൈമുഖ്യം കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഇതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അതായത് നമുക്ക് തോന്നിയ പോലെ കസ്റ്റമർ പറഞ്ഞു എനിക്ക് 2 ബാറ്ററി മതിട്ടോ, ഓക്കെ അവൻ 2 ബാറ്ററി വെച്ചു, അല്ല എനിക്ക് ഒരെണ്ണം മതിട്ടോ, ഒരെണ്ണം വെച്ചു, അല്ലെങ്കിൽ കസ്റ്റമർ പറഞ്ഞ പോലെ വെച്ച് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് കാലത്ത് ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ആന്റിബയോട്ടിക് ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, ആന്റിബയോട്ടിക് മെഡിസിൻസ്, ഇത് കഴിക്കുമ്പോൾ കൃത്യമായിട്ട് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കണം എന്നൊരു ടൈമുണ്ട്. അറിയില്ലേ? എല്ലാവർക്കും ആന്റിബയോട്ടിക് കഴിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആള് MD